ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വാനില കസ്റ്റാർഡ് പൗഡറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആർക്കും നമ്മൾ വീട്ടിലുള്ള സാധാരണ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു മിക്സിയുടെ ഒരു ജാറാണ്, ഒരു സാധാരണ ജാറ്. പിന്നെ നമുക്ക് അളവിനായിട്ട് ഒരു പാത്രം വേണം. ഞാനിപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുള്ള ഒരു ബൗളോ ഗ്ലാസ്സോ ഇനി വേറെ എന്തെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. അതിന് കണക്കായിട്ട് വേണം നമ്മൾ സാധനങ്ങൾ എടുക്കാൻ. ഞാൻ എടുത്തിട്ടുള്ള ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം, നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചാൽ കുറച്ച് പുകയൊക്കെ ഉണ്ടാവും, ഒക്കെ അടങ്ങിയതിന് ശേഷം തുറന്നാൽ മതി. ഇനി ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് നമ്മൾ അതേ ഗ്ലാസ്സിന്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് അതിന് അര ഗ്ലാസ്, നമ്മൾ എടുക്കുന്ന പാത്രത്തിന് അരപ്പാത്രം പാൽപ്പൊടിയാണ്. ഈ പാൽപ്പൊടി നമ്മൾ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ കസ്റ്റാർഡിന് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കളറ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു മഞ്ഞ കളറാണ് ചേർക്കുന്നത്, യെല്ലോ ആണ്. അപ്പോൾ ഈ ഒരു പൗഡർ കളർ നമുക്ക് എല്ലാ സ്റ്റേഷനറി കടകളിലൊക്കെ ലഭിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറ് ചേർത്തിട്ടുള്ളത്. അതിപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് അളവായിട്ട് എടുത്തിട്ടുള്ളത്. അത്രയും മതി, എന്നാൽ തന്നെ നല്ല കളർ ഉണ്ടാവും നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ. പിന്നെ നമുക്കിത് വാനില കസ്റ്റാർഡ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വാനിലയുടെ ഒരു ഫ്ലേവർ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2 സെക്കൻഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, അപ്പോഴേക്കും നന്നായി മിക്സായിട്ട് വരും. ഇപ്പോൾ ഞാൻ ഇതെല്ലാം അടിച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വൃത്തിയുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് അടച്ച് വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ കട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പുറത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ പാലിനകത്തേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പാലിൽ നിന്ന് തന്നെ കുറച്ച് പാലെടുത്തിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്യുന്നത്. ആദ്യം കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാല് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ മതി. തിളയ്ക്കുമ്പോൾ തന്നെ കുറുകി വരും. നമ്മളിതിൽ കോൺഫ്ലവറാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും. ഇനി ഇത് നമ്മളെ പാല് തിളച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടുക്കി പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വാനില കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കൻ ക്രീമി ആയിട്ടുള്ളതാണ്. ഇത് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൂട്ട് കസ്റ്റാർഡായിട്ടോ നട്ട്സ് കസ്റ്റാർഡായിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.